ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ താടിക്കാരൻ അച്ചായനോടൊപ്പം അച്ചായൻ്റെ സ്വന്തം യൂട്യൂബ് ചാനലിനോടൊപ്പം നമ്മൾ ഇന്ന് മേഘമല കാണാനായിട്ട് പോവുകയാണ്. ഇച്ചേട്ടനുണ്ട്, മാത്തപ്പനുണ്ട്, താടി. സമയം 3:24 അടിവാരത്തുനിന്ന് പുറപ്പെടുന്നു. കുറേ നാളിലായിട്ടുള്ള ആഗ്രഹമായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് മേഘമലയെ വെച്ച് കാണാം. അങ്ങനെ നമ്മൾ മേഘമലയിലോട്ടുള്ള യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. നല്ല കിടിലൻ പ്രദേശമാണ് മേഘമല എന്ന് പറയുന്നത്. നമുക്ക് നല്ല വളഞ്ഞാനം വാട്ടർഫോൾസ്, നല്ല കിടിലൻ വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടി. വളരെ കുറച്ച് വണ്ടികളുള്ളായിരുന്നു ഈ സമയത്ത്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് നേരം നിന്ന് ആസ്വദിക്കാനുള്ള സമയം കിട്ടി. പിന്നെ നമ്മൾ അധിക സമയം അവിടെ കളഞ്ഞില്ല. നേരെ പോകുന്നത് നമ്മുടെ ഡെസ്റ്റിനേഷൻ പോയിൻ്റായ മേഘമലയിലേക്കാണ്. മേഘമല എന്ന് പറയുന്ന സമുദ്രനിരപ്പിൽ നിന്ന് 1500 മീറ്റർ മുകളിൽ സ്ഥിതി ചെയ്യുന്നൊരു പ്രദേശമാണ്. മേഘങ്ങളാൽ ആവരണം ചെയ്യപ്പെട്ട് കിടക്കുന്ന പ്രദേശം ആയതുകൊണ്ടാണ് മേഘമല എന്ന് പേര് വന്നത്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അവിടെ ഒരു പ്ലെയിൻ ക്ലാഷും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, മഞ്ഞ് മൂടിക്കിടക്കുന്നത് കൊണ്ട്. മൂന്നാറിൻ്റെയും ഊട്ടിയുടെയും സെയിം ക്ലൈമറ്റ് തന്നെയാണ് അവിടെയും. അതുപോലെ തന്നെ അവിടെ കൂടുതലും ഏലക്കൃഷികളുമാണ്. ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ അനുസരിച്ച് തേയിലക്കൃഷിയാണ് കൂടുതൽ. ഞങ്ങൾ നേരെ കമ്പത്തിൽ നിന്ന് കുറച്ച് ചായ എല്ലാം കുടിച്ചു. കുറച്ച് മാങ്ങാപ്പഴം എല്ലാം മേടിച്ച് ഞങ്ങൾ നേരെ മേഘമലയിലേക്ക് പോയി. അവിടെ കടകളും കാര്യങ്ങളൊന്നുമില്ല, ആകെ ഒരു കട മാത്രമേ ഉള്ളൂ ഏറ്റവും അവസാനം ഡാമിനോട് ചേർന്ന്. ആ കടയിൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ നമ്മൾ അധികം നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം എല്ലാ സഞ്ചാരികളും അങ്ങോട്ട് വരുന്നതുകൊണ്ട് തന്നെ അധികം വെയിറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ അധികം ആൾക്കാരും വരാത്തൊരു പ്രദേശം കൂടിയാണ് മേഘമല എന്ന് പറയുന്നത്. പ്ലാസ്റ്റിക് നിരോധന മേഖലയാണ്. അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് കുപ്പികളോ മറ്റു സാധനങ്ങളോ ഒന്നും അവിടെ കയറ്റാൻ പറ്റില്ല. പോകുന്നവർ ശ്രദ്ധിക്കുക, വെള്ളം കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ സ്റ്റീൽ ബോട്ടിലിൽ വെള്ളം കൊണ്ടുപോവുക. മാക്സിമം പ്ലാസ്റ്റിക് അവിടെ മോശമാക്കാതിരിക്കുക. ചെറിയൊരു കപക്കെട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്ന വോയിസിന് കുറച്ച് ക്ലാരിറ്റി കുറവ് വരുന്നത്. നല്ല അടിപൊളി ഒരു വ്യൂ ആയിരുന്നു. നമുക്ക് പോകുന്ന റൂട്ടിലെല്ലാം കിട്ടി നല്ല അടിപൊളി വഴി. എന്താ പറയുക, യാത്ര എന്നും മനോഹരമാക്കുന്ന അവിടുത്തെ റൂട്ടുകളും കാര്യങ്ങളുമാണ്. പിന്നെ മേഘമല എന്ന് പറയുന്ന ഓരോ നിമിഷവും നമ്മളെ എന്താ പറയുക കൂടുതൽ ഇഷ്ടപ്പെടുന്ന തക്ക വിധമുള്ള കാഴ്ചകളാണ് അവിടെ നമുക്ക് സമ്മാനിക്കുന്നത്. ഓരോ ഹെയർ പിൻ വളവുകളും വളരെ മനോഹരമായ കാഴ്ചകൾ നമുക്ക് വേണ്ടി കാത്തൊരുക്കി വെച്ചിട്ടുണ്ട്. പ്രകൃതിയുടെ സൗന്ദര്യം എന്ന് പറയുന്നതും പ്രകൃതിയുടെ മനോഹാരിത എന്ന് പറയുന്നതും ഒക്കെ നമ്മൾ വിസ്മയിച്ച് പോകുന്ന കാഴ്ചകളാണ് അവിടെ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്. അത്രയും മനോഹരമായ കാഴ്ചകൾ കാണാൻ നിങ്ങൾ ലൈഫിൽ ഒരു ടൈമെങ്കിലും അവിടെ പോകണം. ഇതാണ് മേഘമലയുടെ ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റ്. ഇവിടെ വരുമ്പോൾ നമ്മുടെ വണ്ടിയെല്ലാം ചെക്ക് ചെയ്യും. മറ്റ് ലഹരി വസ്തുക്കളൊന്നുമില്ല. അതുകൂടാതെ പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ ഉണ്ടെങ്കിൽ അവരെടുത്ത് തിരിച്ച് മേടിച്ച് വയ്ക്കും. പിന്നെ ചെറിയൊരു ഫീസായ 50 രൂപ ഫീസല്ല അവർ മേടിക്കുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല, കൈക്കൂലിയൊന്നും പറയാൻ പറ്റില്ലല്ലോ. എന്താണെന്ന് ചോദിച്ചാൽ അറിയില്ല. 50 രൂപ അവർ മേടിക്കുന്നുണ്ട്. അത് നമ്മുടെ വണ്ടിയിലോട് ചേർന്ന് നിന്നാണ് മേടിക്കുന്നത്. പിന്നെ ഭയങ്കര കാറ്റാട്ടോ അവിടെ. നമ്മൾ ഫസ്റ്റ് ഗിയറിലൊക്കെ ഇട്ടിട്ട് പോലും നമ്മുടെ വണ്ടിക്ക് വലിയ കിട്ടാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ വണ്ടി ഓടിച്ച അശൻ ഞങ്ങളോട് പറഞ്ഞു, ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് പോലും വണ്ടി വലിയുന്നില്ല. അത് നമുക്കൊരു അനുഭവം ഉണ്ടായി. അത് ജസ്റ്റ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. ഒരു V3 തമിഴ്നാട്ടുകാരനാണ്. അവൻ V3 ഫസ്റ്റ് ഗിയർ ഇട്ട് കയറാതെ വന്നപ്പോഴത്തേക്കും ഞങ്ങൾ ഉന്തി കയറേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അപ്പം ആ കാറ്റിൻ്റെ ശക്തി നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ഞാൻ കരുതുന്നു. ഈ വിഷ്വലി കാണുമ്പോൾ നിങ്ങൾക്ക് മേഘമലയുടെ വ്യൂ മനോഹാരിതയുടെ സൗന്ദര്യം നിങ്ങൾക്ക് മനസ്സിലാവാൻ സാധ്യതയില്ല. നേരിപ്പോയി തന്നെ കണ്ട് അനുഭവിക്കുന്നതാണ്. ഞാൻ കരുതി ഇത്രയും ദൂരമല്ലേ ഉള്ളൂ, എങ്ങനെ പെട്ടെന്ന് നമ്മൾ തിരിച്ച് വീട്ടിൽ ചെല്ലുകയുള്ളൂ എന്ന് ചിന്തിച്ചായിരുന്നു. പക്ഷേ നമുക്ക് ഓരോ നിമിഷം അവിടെ കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ നമ്മളെ തോന്നിക്കുന്ന തക്കവിധമുള്ള കാഴ്ചകളാണ് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അവിടുത്തെ ഓരോ വീടുകളായാലും കാര്യങ്ങളായാലും എല്ലാം അതിമനോഹരം എന്ന് തന്നെ പറയേണ്ടി വരും. വേറെ വാക്കുകൾ അതിനെ എങ്ങനെ വിശേഷിപ്പിക്കണമെന്ന് എനിക്കറിയത്തില്ല. അത്രയും മനോഹരമായ കാഴ്ചകളാണ് അവിടെ കണ്ടുകൊണ്ടിരുന്നത്. കുറച്ച് നേരം നിന്ന് കുറച്ച് റീൽസിന് ആവശ്യമായ വീഡിയോസും കാര്യങ്ങളും എല്ലാം എടുത്ത് നല്ല മനോഹരമായ യാത്ര എന്ന് തന്നെ പറയാം. അതുകൂടാതെ നിങ്ങൾ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെയുണ്ട്. 6 മണിക്ക് ശേഷമേ അവിടെ കയറ്റി കൊടുത്തുള്ളൂ. അതുപോലെ തന്നെ അവിടെ ധാരാളം ആനിമൽസ് ഉണ്ട്. ആനിമൽസിനെ സംരക്ഷിക്കുന്ന ഒരു ഭൂമിയായിട്ട് തമിഴ്നാട് സർക്കാർ മാറ്റാൻ തീരുമാനിച്ചിട്ടുണ്ട്. കടുവാ സംരക്ഷണ കേന്ദ്രമാണ്. 2021 കടുവാ സംരക്ഷണ കേന്ദ്രമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പോകുമ്പോൾ പിന്നെ ഉച്ചയ്ക്ക് 1 മണി വരെയോ വൈകിട്ട് 4 മണി വരെയോ അങ്ങനെ ഒരു സമയം വരെ അവിടെ കയറ്റി വിടുള്ളൂ. കൃത്യമായി ഞാൻ മറന്നുപോയത്. അത് ഞാൻ കൃത്യമായിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിന് മുമ്പായിട്ട് തന്നെ കയറണം. 5:30 ശേഷമായിട്ട് ഇറങ്ങണം. നമ്മളവിടെ സ്റ്റേ ചെയ്യുവാണെങ്കിൽ കൃത്യമായിട്ട് തന്നെ പറയണം. അവിടെ 2-3 കൂടി സർക്കാരിൻ്റെ റിസോർട്ടുകൾ, അതല്ലാതെ ചെറിയ ഹോം സ്റ്റേകൾ കൊണ്ട് നമ്മൾ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് പറയണം. ഇല്ലെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് തന്നെ 5:30 മുമ്പായിട്ട് ഇറങ്ങി പോകണം. നല്ല അതിമനോഹരമായ വഴികളാണ് നമ്മൾ പോകുമ്പോഴെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ കുറേ നീർച്ചാലുകളുണ്ട്. എല്ലാം ശുദ്ധമായ വെള്ളമാണ്. വളരെ നമ്മുടെ കേരളത്തിലെ പോലെയല്ല പ്ലാസ്റ്റിക് നിരോധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് തന്നെ കുറച്ച്, അതായത് അവരുടെ പരിസരം മുഴുവൻ പ്ലാസ്റ്റിക്കുകൾ വൃത്തിയാക്കിയതിന് ശേഷമാണ് പ്ലാസ്റ്റിക് നിരോധനം പ്രഖ്യാപിച്ചിരിക്കുന്നത്. വളരെ യാദൃശ്ചികമായി 1-2 പ്ലാസ്റ്റിക്കുകൾ കാണാമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ യാത്രയിൽ എല്ലാവരും നല്ല മൂഡിലും വൈബിലും ആയിരുന്നുകൊണ്ട് തന്നെ നമുക്ക് കാഴ്ചകൾ കൂടുതൽ ആസ്വദിക്കാൻ പറ്റി. ഞങ്ങളൊരു ഞായറാഴ്ചയാണ് യാത്ര പോയത്. വളരെ മഴ കുറവുള്ള ദിവസം തന്നെയായിരുന്നു. ചെറിയ നീർച്ചാലുകളുടെ അവിടെ നിന്ന് നമ്മൾ വെള്ളമൊക്കെ എടുത്ത് കുടിച്ചു.
നല്ല വെള്ളമാണ്, നല്ല തണുപ്പായിരുന്നു. പിന്നെ അവിടുത്തെ ക്ലൈമറ്റ് പറയാതിരിക്കാൻ വയ്യ, നല്ല കിടിലൻ ക്ലൈമറ്റാണ്. ഇവിടെ ഒരു ദിവസം ഒന്ന് സ്റ്റേ ചെയ്താലും നഷ്ടമില്ല. ലൈഫിൽ ഒരു തവണയെങ്കിലും പോകണം. കാറ്റിൻ്റെ ശക്തിയൊക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കാഴ്ച കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ വണ്ടി ഉന്തി കയറ്റിയതാണ്, അത്രത്തോളം ശക്തമായിട്ടാണ് കാറ്റ് വീശുന്നത്. നമുക്ക് കൃത്യമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അത്രയും ശക്തമായിട്ടാണ് കാറ്റ് വീശുന്നത്. നിങ്ങൾ കുറച്ച് നേരം ഡ്രൈവർമാർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വണ്ടി ഓടിച്ചു. അത്യാവശ്യം ഞാനും കുറച്ച് നേരം വണ്ടി ഓടിച്ചു കേട്ടോ. വളരെ ദൂരമൊന്നും ഓടിച്ചില്ലെങ്കിലും കുറച്ച് നേരമൊക്കെ വണ്ടി ഓടിച്ചു. കറക്റ്റായിട്ട് ഞാൻ വണ്ടി ഓടിച്ച് കൈ തെളിഞ്ഞ് വരുന്നതേ ഉള്ളൂ, അതുകൊണ്ട് അധികം ദൂരമൊന്നും ഓടിച്ചില്ലെങ്കിലും കുറച്ച് നേരമൊക്കെ വണ്ടി ഓടിച്ചു. ഓരോ ഡെസ്റ്റിനേഷൻ പോയിന്റ് നമ്മൾ നിർത്തുമ്പോൾ ഓരോ കാഴ്ചകളാണ് നമുക്ക് സമ്മാനിക്കുന്നത്. പിന്നെ എലിഫൻറ്റ് ക്രോസിംഗ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എലിഫൻറ്റിനെ മൃഗങ്ങളെ ഒന്നും കാണാൻ സാധിച്ചില്ല. കുറച്ചുകൂടെ നേരത്തെ നമ്മളിവിടെ വന്ന് കയറുവാണെങ്കിൽ ചിലപ്പോൾ കാണാൻ സാധിക്കുമായിരിക്കും, അറിയില്ല. ഇവിടെ ഒരുപാട് പേരും കണ്ടവരൊക്കെ ഉണ്ട്, കാട്ടുപോത്തിനെയൊക്കെ നമ്മൾ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. വളരെ അധികം സഞ്ചാരികൾ കുറച്ച് വരുന്ന പ്രദേശമാണ്. നിങ്ങൾ തീർച്ചയായും തന്നെ പോകാൻ ശ്രമിക്കുക ലൈഫിൽ ഒരു തവണയെങ്കിലും. അത്രയും മനോഹരമായ കാഴ്ചകളാണ് നിങ്ങൾക്ക് വേണ്ടി അവിടെ സമ്മാനിച്ചിരിക്കുന്നത്. മേഘങ്ങളാൽ മൂടിക്കിടക്കുന്ന ഒരു പ്രദേശം. ചിലപ്പോഴൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും മൂന്നാറിനേക്കാളും ഊട്ടിയേക്കാളും മനോഹരമാണോ മേഘമല എന്ന്. അത്രയും നല്ല കാഴ്ചകളാണ് അവിടെ നമുക്ക് സമ്മാനിക്കുന്നത് എന്ന് പറയുന്നത്. ഓരോ നിമിഷവും നമ്മൾ കൂടുതലായി ഇതിനോട് അടുത്ത് പോകുവാൻ അത്രയും നല്ല ഒരു എന്താ പറയുക വ്യൂ ആണ് ഇവിടെ ഓരോ ഇടത്തും നമുക്ക് കിട്ടുന്നത്. നല്ല കാറ്റ്, നല്ല ആസ്വദിച്ച് പോകാം. പിന്നെ കുട്ടികളായിട്ടൊക്കെ പോകുന്നവരെ പ്രത്യേകിച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ ശ്രമിക്കുക. പ്ലാസ്റ്റിക് കുപ്പി അല്ലാതെ മറ്റേതെങ്കിലും കുപ്പി വെള്ളം കൊണ്ടുപോകാൻ ശ്രമിക്കുക. പിന്നെ കുട്ടികളൊക്കെ ആയിട്ട് അതിന് ഫുഡും കൊണ്ടൊക്കെ പോകുകയാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം ഫുഡൊക്കെ കിട്ടാൻ വളരെ പാടുള്ള ഒരു സ്ഥലമാണ് മേഘമല എന്ന് പറയുന്നത്. 18 ഹെയർ പിൻ വളവുകളുണ്ട്. കൃത്യമായി തന്നെ വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്യണം. പിന്നെ ചെറിയ അരുവികളുണ്ട്, ഡാമുണ്ട്. ഡാമിലൊന്നും അധികം വെള്ളമൊന്നുമില്ല, എന്നാലും അടിപൊളിയായി തന്നെ ഒരു യാത്രയാണ്. നമുക്ക് മുമ്പോട്ട് പോകാം. ബാക്കിയുള്ള വിശേഷങ്ങൾ ഞാനിങ്ങനെ ഓരോന്നോരോന്നായിട്ട് നിങ്ങളോട് പറഞ്ഞു തരാം. കാഴ്ചകൾ കൊണ്ട് നമ്മളെ വിസ്മയിപ്പിക്കുന്നൊരു ലോകമാണ് മേഘമല എന്ന് പറയുന്നത്. അത്രയും മനോഹരമായ തട്ടുതട്ടായുള്ള തേയിലക്കൃഷികൾ, അങ്ങനെ ഓരോ കാര്യങ്ങളും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അവിടുത്തെ ചെറിയ ചെറിയ വീടുകൾ കാണുമ്പോൾ നമ്മളെ ചിന്തിച്ചു എന്ത് മനോഹരമായ നിർമ്മിതികളാണെന്നുള്ള കാര്യം. അതൊരു വീഡിയോയിൽ നമുക്കൊരിക്കലും പറഞ്ഞാൽ തീരാൻ പറ്റില്ല. ഞാൻ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ എടുത്തുമ്പോൾ ഏകദേശം 1 മണിക്കൂറോളം ഉണ്ടായിരുന്നു വീഡിയോ. ഞാൻ ഇതിൻ്റെ അകത്ത് ഏതൊക്കെ വിഷ്വൽസ് ഉപയോഗിക്കേണ്ട എന്ന് ഞാൻ ചിന്തിച്ച് പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാവും നിങ്ങൾക്ക് ഇവിടുത്തെ എന്തൊരു ഭംഗി അങ്ങനെയാണ്. ഞാൻ ഇതുവരെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തതിൽ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. എന്തൊക്കെ ഒഴിവാക്കണമെന്ന് ചിന്തിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല. കാരണം നമുക്ക് ഒഴിവാക്കാൻ ഒരുപാട് വിഷ്വൽസ് നമ്മൾ എടുത്തുകൊണ്ട് വരുവാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഓരോ വിഷ്വൽസും അതിമനോഹരമായതുകൊണ്ട് വളരെ എന്താ പറയുക പണിപ്പെട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തതെന്ന് പറയാം. അത്രയും മനോഹരമായി എങ്ങനെ നിങ്ങളെ അതിമനോഹരമായി കാഴ്ചകൾ കാണിക്കാം, ഏതൊക്കെ ഉപയോഗപ്പെടുത്താം എന്നൊക്കെ നമുക്ക് ഒത്തിരി കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്ത വീഡിയോ ആണ്. മാക്സിമം നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യണം, ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്യണം, യൂട്യൂബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യണം. പഴയൊരു സപ്പോർട്ടും കാര്യങ്ങളെല്ലാം നമുക്ക് മുമ്പോട്ട് കിട്ടണം. അത്രയും മനോഹരമായ രീതിയിലാണ് നമ്മൾ ഈ വിശ്വാസം കാര്യങ്ങളും എല്ലാം എടുത്ത് വെച്ചിരിക്കുന്നത്. പുതിയ കിടിലൻ ട്രാവൽ സീരീസുകളും ഫുഡ് സീരീസുകളും ഷോപ്പുകളെ പറ്റിയുള്ള വീഡിയോസും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. ഓരോന്നും നിങ്ങൾക്ക് വേണ്ടി വെയിറ്റിങ്ങിലാണ്. ഓരോ കാര്യങ്ങളും നമ്മളിങ്ങനെ ചെയ്ത് പടിപടിയായി മുമ്പോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വീഡിയോസ് കുറച്ചും കൂടി അടിപൊളിയാക്കാൻ വേണ്ടി എന്തൊക്കെ എക്യുപ്മെൻറ്റ്സ് മേടിക്കാമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. സാമ്പത്തികമായിട്ട് കുറച്ച് ടൈറ്റ് നിൽക്കുന്നുണ്ട്, പല സാധനങ്ങളും മേടിക്കാൻ സാധിക്കാതെ വരുന്നത്. എന്നാൽ പോലും നിങ്ങൾക്ക് വേണ്ടി വിഷ്വൽസ് മനോഹരമാക്കാൻ വേണ്ടി ഓരോ സാധനങ്ങളും മേടിച്ച് എന്താ പറയുക വളരെ മനോഹരമാക്കണം. നിങ്ങളിലോട്ട് ഓരോ വീഡിയോസും എത്തിച്ചു തരണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അത്രയും മനോഹരമാക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ പോലും നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമേ ഞാൻ പിടിച്ചു നിൽക്കുന്നത്. ഞാനിടുന്ന ഓരോ വീഡിയോസിനും നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് നമ്മുടെ ഊർജ്ജം എന്ന് പറയുന്നത്. ആ ഒരു ഊർജ്ജത്തിലാണ് നമ്മൾ മുമ്പോട്ട് പുതിയ കാഴ്ചകൾ കാണാൻ ശ്രമിക്കുന്നത്. നമ്മൾ പോയ വഴിയിൽ ഏറ്റവും നല്ലൊരു എന്താ പറയുക വെള്ളച്ചാട്ടമായി എനിക്ക് തോന്നി ഇതാണ്. തീർച്ചയായിട്ടും ഇവിടെ വന്ന് നിർത്തി ആസ്വദിക്കാനുള്ളൊരു കാഴ്ചകളുണ്ട്. വളരെ മനോഹരമായ കാഴ്ചകൾ തന്നെയാണ് നമുക്ക് മേഘമല സമ്മാനിക്കുന്നത്.
ഇനി അടുത്ത ട്രാവൽ വീഡിയോ എങ്ങോട്ട് വേണമെന്ന് നിങ്ങൾക്ക് പറയാം. നമ്മൾ പുതിയതായി എന്ത് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് പറയാം. ഓരോ കാര്യങ്ങളും കമൻറ്റിലൂടെ രേഖപ്പെടുത്തുവാണെങ്കിൽ വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങളുടെ കമൻറ്റും നിങ്ങളുടെ സപ്പോർട്ടുമാണ്. വീഡിയോ കൊള്ളത്തില്ലെങ്കിൽ കൊള്ളത്തില്ല എന്നും കൊള്ളാമെങ്കിൽ നല്ലതാണെന്നും കൃത്യമായി തന്നെ പറയുക. പിന്നെ വീഡിയോയുടെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. മാക്സിമം ലൈക്ക് ചെയ്യുക, നല്ല നല്ല കമൻറ്റ്സ് തരിക. വീഡിയോ കാണുന്നവർ എന്തെങ്കിലും ഒരു കമൻറ്റ് അതിൽ കുറിച്ചിട്ട് പോവുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. നമ്മൾ എന്തായാലും ഇത്രയും കഷ്ടപ്പെട്ടെടുക്കുന്നതല്ലേ, തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യണോ. ചുമ്മാ കണ്ട് സ്ക്രോൾ ചെയ്ത് പോകാതെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എന്തായാലും നമ്മൾ കഷ്ടപ്പെട്ടൊരു വീഡിയോ ചെയ്യുമ്പോൾ ഒരാളെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഒരു മൈൻഡ് ഉണ്ടാകട്ടെ, നമ്മുടെ കേരളക്കാരുടെ പവർ കാണിക്കട്ടെ. പിന്നെ തീർച്ചയായിട്ടും എല്ലാവരും ഈ ഒരു സ്ഥലത്തോട്ട് പോകാൻ ശ്രമിക്കണം കേട്ടോ. എനിക്ക് ആകെ ഇത് മാത്രമേ പറയാനുള്ളൂ ഈ ഒരു വീഡിയോയിൽ. ഞാൻ സത്യമായി ഈ ട്രിപ്പ് പോകുന്നില്ല എന്ന് ആലോചിച്ചൊരു വ്യക്തിയാണ്. പക്ഷേ പോയില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ വലിയൊരു നഷ്ടമായെന്ന് എനിക്ക് തോന്നിപ്പോയി. അത്രയും മനോഹരമായ കാഴ്ചകളാണ് മേഘമല അവിടെ എന്താ പറയുക നമുക്ക് വേണ്ടി സമ്മാനിച്ച് വെച്ചിരിക്കുന്നത്. പ്രകൃതിയുടെ അത്ഭുതം എന്നൊക്കെ പറയേണ്ടി വരും. അത്രയും മനോഹരമാണ് അവിടുത്തെ ഓരോ കാഴ്ചകളും. ലൈഫിൽ ഒരു തവണ പോയി നമുക്ക് ആസ്വദിക്കാനുള്ള ഒരുപാട് മുതലുണ്ട്. കാരണം വളരെ കുറച്ച് കിലോമീറ്ററുകളിൽ 18 ഹെയർപിൻ വളവുകളിൽ കാഴ്ച വെച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ദിവസം മുഴുവൻ സ്പെൻഡ് ചെയ്യാനുള്ള കാഴ്ചകളാണ് നമുക്ക് വേണ്ടി സമ്മാനിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഓരോ കാഴ്ചകളും അത്രയും മനോഹരമാണ്. നമുക്കൊരു ദിവസം മുഴുവൻ അവിടെ ഒന്ന് സ്പെൻഡ് ചെയ്ത് ആസ്വദിച്ച് എന്താ പറയുക വരാനുള്ള കാഴ്ചകളുണ്ട്. നല്ല തണുപ്പും അതുപോലെ തന്നെ കറക്റ്റായിട്ടൊരു ടൈമിംഗ് കണ്ടെത്തി നിങ്ങൾ കയറിപ്പോകാൻ ശ്രമിക്കുക. കറക്റ്റ് 6 മണിയാകുമ്പോൾ ചെക്ക് പോസ്റ്റിൽ ചെന്ന് ആ ഒരു സമയം തന്നെ കയറി പോവുകയാണെങ്കിൽ കുറേയും കൂടെ മനോഹരമാണ് എന്നെനിക്ക് തോന്നിപ്പോയി. നമ്മുടെ സമയം കുറേ വലിയ വ്യത്യാസമൊന്നും വന്നില്ലെങ്കിൽ ഒരു മണിക്കൂറിൽ ഒരു ചെറിയ വ്യത്യാസം വന്നു. കുറച്ചും കൂടെ നേരത്തെ പോയിരുന്നെങ്കിൽ കുറച്ചും കൂടെ കാഴ്ചകളും കുറച്ചും കൂടെ ആസ്വദിക്കാമെന്ന് തോന്നിപ്പോയി. എന്തായാലും നെക്സ്റ്റ് ടൈം ഫാമിലിയൊക്കെ ആയിട്ട് പോകുമ്പോൾ നമ്മൾ അങ്ങനെ പോകാൻ വേണ്ടിയാണ് ഇരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് എൻ്റെ യാത്രയിൽ കൊച്ചിനെയും പൊന്നിനെയും വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പം എൻ്റെ ട്രാവൽ പാർട്ട്ണർ എന്ന് പറയുന്നത് കൊച്ചും പൊന്നുമാണ്, എൻ്റെ വൈഫുമാണ്. അവരില്ലാത്തതിൻ്റെതായൊരു മിസ്സിങ്ങും കാര്യങ്ങളെല്ലാം എനിക്കുണ്ടായി. ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ആദ്യമായി പോകുന്നതാണ് കൊച്ചിനെ ഇത്രയും ദൂരം പോകുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. ഞാൻ പറഞ്ഞില്ല, വെള്ളത്തിൻ്റെ ഇഷ്യൂസ് വരും, അതുപോലെ അതിൻ്റെ ഭക്ഷണത്തിൻ്റെ ഇഷ്യൂസ് വരും. ആ ഒരു സ്ഥലത്തിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ നല്ല റോഡുകളായിരുന്നു കേട്ടോ. നമുക്ക് നല്ല അടിപൊളിയായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റുന്ന സാഹചര്യമായിരുന്നു. നല്ല കിടിലം റോഡുകൾ. അങ്ങനെ ഞങ്ങൾ മാറിയൊക്കെ വണ്ടി ഓടിച്ചു. ഇതൊക്കെയാണ് ഈ വീഡിയോയുടെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് മുമ്പോട്ട് കൊണ്ടുപോകുക. പുതിയ വീഡിയോയും പുതിയ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം. എന്തെങ്കിലുമൊക്കെ വീഡിയോ മാറ്റം വരുത്തണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് കുറിക്കുക. ഒരു കമൻറ്റ് പോലും ഈ വീഡിയോ കാണുന്നവർ ഇടാതിരിക്കരുത്. കൃത്യമായി എന്തെങ്കിലുമൊക്കെ ഒന്ന് കുറിച്ച് പോവുക. മോശമാണെങ്കിൽ മോശമാണെന്നും ഡിസ്ലൈക്ക് കാണാൻ തോന്നിയെങ്കിൽ ഡിസ്ലൈക്കൊക്കെ ഇട്ടെന്നില്ല. എന്തായാലും എനിക്ക് കുഴപ്പമില്ല. എന്തും നമ്മൾ സ്വീകരിക്കും. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് വലുത്. അപ്പോൾ പുതിയ വിശേഷം പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും സൈനിങ് ഔട്ട് തടിക്കാരൻ അച്ചായൻ.